വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്. തിരുവോണം നാളെയാണ്, ഇന്ന് ഉത്രാട ദിവസവും. ഈ ചാനലിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു വലിയ ഫോർമാറ്റ് ഫോളോ ചെയ്യാനോ ഭയങ്കര സ്ട്രക്ചറലായിട്ട് വീഡിയോ ചെയ്യാനോ വ്ളോഗോസ്കി പോലെ ആക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ജസ്റ്റ് പച്ചയായിട്ടുള്ള കാര്യങ്ങൾ പച്ചയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ വ്ളോഗോസ്കി എന്ന് പറയുന്ന പരിപാടി ഞാൻ തൽക്കാലം അങ്ങ് നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടിനുള്ള വ്യൂസ് എനിക്ക് ആ ഒരു രീതിയിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ആനമ്പാടി സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ കിട്ടുന്ന വീഡിയോസ് വരും. ഈ നാളെ തിരുവോണമായതുകൊണ്ടും ഇന്ന് ഉത്രാടമായതുകൊണ്ടും ഞാനും കൗസ്തുഭും കൂടി വന്നിരിക്കുകയാണ്. വാഗമൺ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് കുറേ രസമുള്ള ഓണപ്പൂക്കളൊക്കെ ഈ ഒരു ഏരിയയിൽ കാണാറുണ്ട്. അപ്പോൾ വിചാരിച്ചു നമ്മുടെ ചാനലിൽ ആനമ്പാടി സ്റ്റോറിയിൽ കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ വിചാരിച്ചു ഇന്ന് കുറേ ഓണപ്പൂക്കൾ കണ്ടേക്കാം എന്ന് വിചാരിച്ച് വന്നേക്കാണ്. ഇത് കണ്ടില്ലേ, ഇന്ത്യൻ സൺഡ്യൂ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. ഇവൻ്റെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ നാരുകൾ പോലെ കാണാമല്ലോ. ഇരപിടിയൻ ചെടിയാണ് ഇവൻ, ഇരപിടിയൻ ചെടി. എൻ്റെ പൂ വിരിഞ്ഞായിരുന്നെങ്കിൽ കാണിച്ചു തരാം. നോക്കട്ടെ, പൂ കണ്ടോ ഇതിൻ്റെ? ചിലപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ വിരിയായിരിക്കും. നമ്മളിനി പോകുന്ന പാറകളിലും കാണും ചിലപ്പോൾ. ഈ സൺഡ്യൂ നമ്മുടെ ചുങ്കംപാറമടയിലുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചാനലിൽ അത്രയും ഡിസ്ക്രൈബ് ചെയ്തൊരു കാര്യങ്ങളും പറയുന്നില്ല. കാരണം നമ്മൾ പലതരത്തിലുള്ള കോണ്ടൻറ്റുകൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്കൊരു വൈൽഡ് ലൈഫ് ചാനലാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദിസ് വിൽ ബി എ മിസ്സലേനിയസ് ടൈപ്പ് ഓഫ് കണ്ടൻറ്റുള്ളൊരു ചാനലായിരിക്കും ഇത്. കയറി വന്നപ്പോഴേ കുറേ നീലപ്പൂക്കൾ ഉണ്ടായിരിക്കുന്നത് കണ്ടു. ഭയങ്കര രസം. ഇത് ചുമ്മാ നേരിട്ട് കാണുമ്പോഴും ക്യാമറയിൽ കാണുമ്പോഴും വേറെ സെറ്റപ്പാണ്. പക്ഷേ ക്യാമറയിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ കിട്ടുന്നുമില്ല. ഭയങ്കര രസം. അത് പറഞ്ഞ ക്യാമറ കാണുമ്പോൾ എനിക്കൊന്ന് നമ്മൾ ഇച്ചിരി ക്ലോസ് ആയിട്ടാണല്ലോ കാണുന്നത്. അതിനെ മാത്രമായിട്ട് ഇങ്ങനെ മറ്റേ അർജുനനോട് പണ്ട് പറഞ്ഞ പോലെ തത്തയുടെ കണ്ണ് മാത്രം കാണുന്ന പോലെ നമ്മൾ ആ പൂ മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പം ഭയങ്കര രസമാണ്. വേറൊരു ക്രൈസല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബേഡ്സിനെ ആദ്യമൊക്കെ നോക്കി കിടന്നുകൊണ്ട് അന്നേരം ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പുതിയ സംഭവങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു വട്ടിൽ നിന്നും വേറെ വട്ടിലേക്ക്. അല്ലെങ്കിൽ ഇത് ഭ്രാന്തന്മാരല്ല ആവുക, അതിലും നല്ല ഭ്രാന്തന്മാരാവുക, അത്രേ ഉള്ളൂ. കഴിച്ചിട്ടങ്ങ് ബാക്കി പരിപാടി തുടരാമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. കാച്ചിലുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, പഴമുണ്ട്, കപ്പയുണ്ട്, പിന്നെ കുറച്ച് ചട്നിയുണ്ട്. മുളകും ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഉണ്ടായ വിശപ്പുണ്ട്. നല്ല എരിവുണ്ടല്ലേ? എരിവുണ്ട്. എനിക്ക് ആ എരിവ് സഹിക്കാവുന്ന എരിവാ, ഇഷ്ടമുള്ള എരിവാ. കഴിക്കുമ്പോൾ അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മിസ്റ്ററി ബോക്സ് എന്ന് പറയുന്ന പോലെയാണ് ഓരോ സാധനങ്ങളും. മധുരക്കിഴങ്ങ നല്ല രസം. അവിടെ നിന്ന് കോടയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ല. വേണമെങ്കിൽ പഴമോ കാച്ചിലോ ചേനയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് മാത്രമേ തരാൻ ഞങ്ങളുടെ കയ്യിലുള്ളൂ. എന്നാ ചെയ്യാനാ, എന്തെങ്കിലുമൊക്കെ തന്നെന്നൊക്കെ ഉണ്ട്. ഒന്നുമില്ല കുട്ടി. പുല്ലുപ്പം കരയുണ്ട് തൊട്ടുമുമ്പിന്ന്. ഒരു കാലത്ത് മഞ്ഞ് ഭയങ്കര ഭ്രാന്തായിരുന്നു. മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഓടി കയറും. പക്ഷെ ഇപ്പം അത്രയും ഭ്രാന്തില്ല. എനിക്ക് ഇഷ്ടം. നമ്മളെപ്പോഴും ക്യാമറ ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് മഞ്ഞ് വലിയ താല്പര്യമില്ല. കൗസ്തുഭ് നൈസായിട്ട് അവിടെ ഇങ്ങനെ ചേട്ടന്മാരോട് ചേച്ചിമാരോട് ചോദിച്ചു ഞങ്ങളൊന്ന് വീഡിയോ എടുത്തോട്ടെ തേയില കൊള്ളുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓടി വരാൻ പറഞ്ഞു.
അങ്ങനെ കുറച്ച് മഞ്ഞൊക്കെ കണ്ട് മഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ചുമ്മാ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്നവർക്ക് രസമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. തൊട്ട് മുമ്പിൽ ഉള്ള എന്താണെന്ന് പോലും കാണാൻ പറ്റാത്തൊരു സെറ്റപ്പിലായി പോകുന്നത് കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഡൗൺ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ തുമ്പികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ സ്ഥലമാണ്, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയാം. ഇവിടെ വന്നിങ്ങനെ കഴിക്കാമെന്ന് ഓർത്തു. ജസ്റ്റ് നമുക്കൊന്ന് അതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം എന്തെങ്കിലും കഴിക്കാം. വിശക്കുണ്ട്. ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കുവാണ്. നമ്മുടെ വ്യൂവേഴ്സിന് അറിയാം ഇതൊരു തേയിലക്കാട് വളർന്നുണ്ടായ ഒരു സെറ്റപ്പാണ്.